അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കും തിരിച്ചാക്കും പൊതുവെയുള്ള സംഭവമാണ്. അപ്പൊ അത് എന്താണ് പാരന്റ്സ് ചെയ്യേണ്ടത്, എന്താണ് അവരുടെ കടമ? എനിക്ക് ഫെയർ എന്ന് പറയുന്നതിന് ഞാനൊരു സിംഗിൾ കോട്ടിലാണ് ഇടുന്നത് കേട്ടോ, ബോർഡില്ലാത്തതുകൊണ്ട് സിംഗിൾ കൊട്ടേഷനിലിടാം. കാരണം അതൊരു പ്രശ്നവൽക്കരിക്കേണ്ടുന്ന ഒരു പ്രശ്നമായി കാണേണ്ടുന്ന ഒരു വാക്ക് തന്നെയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അഫെയർ എന്നത് ഞാൻ എന്നോട് നന്നായിട്ട് പറയാം, ലവ് അഫെയർ എന്നത് പ്രണയബന്ധം എന്നർത്ഥം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് പറയാം. കേരളത്തില് ഉള്ളൊരു വിഷയം, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം വികസിച്ചു വരുന്നതിൽ പല കാരണങ്ങളാൽ പരിമിതി നേരിടുന്ന ഒരു പ്രദേശമായി കേരളം മാറിപ്പോകുന്നുണ്ട് ഈയിടെയായിട്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിഷേധിക്കുന്നത് എന്തോ, നമുക്കൊരു പ്രത്യേക കാലഘട്ടത്തിൽ എന്താണോ നിഷേധിക്കുന്നത്, ആ നിഷേധിക്കുന്നതിനെ തിരിച്ചു പിടിക്കാനുള്ള അനാവശ്യപ്പെടുത്താൻ. നമ്മളിപ്പോ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സന്തോഷ് പണ്ഡിറ്റ് എക്സൈറ്റഡ് ആയ ഒരു മനുഷ്യനാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില കഴിവുകളൊക്കെ ഏരിയയിലൊക്കെ ഉണ്ട്. പക്ഷെ നിലവിലുള്ള സിനിമയുടെ ചലച്ചിത്രത്തിന്റെ മുഖ്യധാരാ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഒരു ആയുധപ്പുര, സർഗാത്മകമായ ഒരു ആയുധപ്പുര നിർമ്മിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അധ്യാപക സമൂഹമായാലും രക്ഷാകർതൃ സമൂഹമായാലും കാര്യമായി ഇടപെട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യൻ മുഖ്യധാര സിനിമയോട്, ലാൽ ജോസിനോട്, അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധരായിട്ടുള്ള ആളുകളോട് ഇടയാൻ വരെ അയാൾക്ക് യാതൊരു മടിയുമില്ലാത്തത്. എന്ന് പറഞ്ഞാൽ നിഷേധിക്കണായാലും റബ്ബർ ചെയ്യണായാലും, അതായത് കലാപം കുത്തിയാണ് അയാൾ ചെയ്തത്. കാരണം അയാൾക്ക് എന്താണോ നിഷേധിക്കപ്പെട്ടത്, ആ നിഷേധിക്കപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിൽ അയാളുടെ കലാപം പോലും കാതലില്ലാത്ത കലാപമായി ഒതുങ്ങി പോവുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തിനാണ് ഞാൻ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് എന്നാൽ, നമ്മളെപ്പോഴുള്ള കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ആൺകുട്ടിയെ ഭയക്കാൻ, ആൺകുട്ടിയെ വളരെ ഭീതിയോടുകൂടി കാണാൻ ശീലിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നതും ഒക്കെ പല കുടുംബങ്ങളിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല കുടുംബങ്ങളും, അത് ഒന്നും രണ്ടും ഒരു പ്രത്യേക സമുദായത്തിലല്ല, പ്രത്യേക ജാതിയിലല്ല, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ, ഇടത്തരം കുടുംബങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തിരിച്ചു. അപ്പൊ ആരോഗ്യകമായി ഉണ്ടാവേണ്ട ആൺ പെൺ സൗഹൃദത്തിന് പകരം ഈ സൗഹൃദങ്ങളെ മുഴുവൻ പ്രണയമായി നമ്മൾ വ്യാഖ്യാനിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. കാരണം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം സാധ്യമല്ല എന്നുള്ളതിന്റെ മൂല്യമാണ് നമ്മൾ ആദ്യം തന്നെ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് അടുക്കുമ്പോഴത്തേക്കും, അടുക്കുകയാണെങ്കിൽ അതെങ്ങനെ അടുക്കാൻ പറ്റും? പ്രണയമായിട്ട് തന്നെ അടുക്കാൻ പറ്റും. അപ്പൊ പ്രണയം എന്നുള്ളത് വെറും ഒരു വ്യാഖ്യാനമായിട്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഒരു നീതീകരണമായിട്ടാണ് മാറിപ്പോകാറുള്ളത് കേരളത്തിലെ ക്യാമ്പസുകളിൽ പലപ്പോഴും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു സമീപനം. ഇനി മനഃശാസ്ത്രപരമായ ഒരു സമയം എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ന്യായീകരിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് തോന്നുന്നത് വെച്ചാൽ, ആൺകുട്ടിയും പെൺകുട്ടിയും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഒരു പരസ്പരം താല്പര്യം ഉണ്ടാവും. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. മനുഷ്യന്മാര് പരസ്പരം എന്ന നിലയ്ക്ക്, മനുഷ്യർ എന്ന നിലയ്ക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ താല്പര്യം ഉണ്ടാവും, ആൺകുട്ടിക്കും താല്പര്യം ഉണ്ടാവും. ഈ താല്പര്യങ്ങള് വെറുമൊരു ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ലിംഗാധിഷ്ഠിതമായി മാത്രം മനുഷ്യനും തമ്മിലുണ്ടാവുന്ന ബന്ധത്തെ ചുരുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മളത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ നിലയ്ക്ക് കുടുംബങ്ങൾക്കുള്ളൊരു പങ്ക് എന്താണെന്ന് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വളർത്തുന്ന സമയത്ത് പെൺകുട്ടിയെ നീ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ് നിരന്തരം സ്ഥിരീകരിക്കുന്നതിന് പകരം പെണ്ണിനും ആണിനും തുല്യമായ അവസരങ്ങൾ ഉണ്ടാക്കുകയും, അവസരങ്ങൾ എന്ന് പറയുന്നത് പഠനത്തിനും അതുപോലെ അവരുടെ സർഗാത്മക ശേഷി, നേരത്തെ പറഞ്ഞ ജീവശാസ്ത്രപരമായിട്ടും അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ കഴിവുകൾ ആവിഷ്കരിക്കാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് വാസ്തവത്തിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ വിവാഹം പോലുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് മുതിർന്ന ജീവിതം വളരെ മുതിർന്നതിന് ശേഷം മാത്രം. ഞാനൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. എനിക്കിപ്പോഴും തോന്നുന്നത് ഞാൻ വിവാഹം കഴിക്കാൻ പക്വത വന്നിട്ടില്ലാത്ത ഒരാളാണെന്നാണ് പലപ്പോഴും തോന്നുന്നത്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടും അത്രയേറെ പ്രാരബ്ധങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കുന്നതും കൂടിയാണ് വിവാഹം. നമ്മൾ ഒരു അഡോളസൻസിന്റെ ഒരു ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസമാണ്. മൊത്തം സന്തോഷത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും തരത്തിൽ നമ്മൾ കാണുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് വിവാഹം നമ്മളിൽ ആവശ്യപ്പെടുന്നത് വളരെ വലിയൊരു സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ് എന്നുള്ളത്.
അപ്പൊ ആ ഉത്തരവാദിത്തത്തിലേക്ക് ഉയർന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം ഓരോ വ്യക്തിയും അയാളുടെ സർഗാത്മകമായ ലോകത്തെ അവതരിപ്പിക്കുക എന്നതാണ്. അതിന് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കവിതയായിരിക്കാം, സംഗീതമായിരിക്കാം, മറ്റെന്തെങ്കിലും മേഖലയായിരിക്കാം, ചിലപ്പം മതമായിരിക്കാം, മതത്തിന്റെ ഫിലോസഫി ആയിരിക്കാം, ഏതിനാണ് നിങ്ങളുടെ സർഗശേഷി എന്ന് നോക്കുകയും അതിനാവശ്യമായ പരമാവധി സപ്പോർട്ട് ഉണ്ടാക്കുകയും ആൺ പെൺ ബന്ധത്തിനെ ആരോഗ്യകരമായ മാനുഷിക ബന്ധമായി വളർത്തിയെടുക്കാനുള്ള ഒരു സപ്പോർട്ടും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലുള്ള കേരളത്തിലെ ലവ് അഫെയർസ് ഒന്നും ലവ് അഫെയർസ് അല്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇവിടെയുള്ള പലരും ഒരുപക്ഷെ അതിനോട് യോജിച്ചോളുന്നില്ല. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. ദിസ് ഇസ് ഹൗ ഐ ലൈക്ക് ടു സീ തിങ്സ്. ഓക്കെ മൈ ഡിയർ, യു ഗുഡ്. പഠിക്കുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. സോറി, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. കുട്ടികളിലുള്ള ഫോർമേഷൻ ഓഫ് ദി ക്യാരക്ടർ, സ്വഭാവ രൂപീകരണം ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയറോൺമെന്റ്. ഇതിൽ അപ്പോൾ കുട്ടി ചീത്തയാകുന്നതിന്റെ ഉത്തരവാദിത്വം ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവയറോൺമെന്റ്, ചുറ്റുപാടും പാരമ്പര്യം. മറ്റൊരു ചോദ്യം, കുട്ടികളിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി, ദെൻ കൺസ്ട്രക്റ്റീവ് മെന്റാലിറ്റി, ഡിസ്ട്രക്റ്റീവ് മെന്റാലിറ്റി, ഇതിന്റെ ഡെവലപ്മെന്റ്. ഒരു കുട്ടി തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നത് ആ കുട്ടിയിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി, അതിനെ അതിശയിക്കുന്നത് ആ കുട്ടിയിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ വികാസമായിരിക്കും. അദ്ദേഹം സംസാരിച്ച വിഷയം വളരെ കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം പാരമ്പര്യമാണോ ചുറ്റുപാടാണോ ഇത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് എന്നുള്ള ചോദ്യം മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും വലിയ മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം ഏറെക്കുറെ ഒരു വലിയ വഴിത്തിരിവിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അതിന്റെ വെളിച്ചത്തിൽ വേണം വാസ്തവത്തിൽ കാര്യങ്ങളൊക്കെ കാണാൻ. അതിലെനിക്ക് പറയാനുള്ള എനിക്കൊക്കെ എന്നെ പോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ആശ്രയിക്കുന്നതും ഒരു മോഡലാണ്. ആ മോഡൽ എന്താ വെച്ചാൽ, അതിനാണ് ജീവശാസ്ത്രം നേരത്തെ പറഞ്ഞത്, പാരമ്പര്യത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഇടപെടൽ നടക്കുന്നത്. പാരമ്പര്യം എന്നുള്ളത് ഏറെക്കുറെ വളരെ ദുർബലമായ കാരണമായി പലതിലും പ്രവർത്തിക്കുന്നുണ്ട്. ദുർബലമാണ്. ഇപ്പൊ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ADHD എന്ന് പറയുന്ന മാനസികമായ പ്രശ്നത്തിന് DRD4 എന്ന് പറയുന്ന DRD4 അതാണ് അതിന്റെ പേര്. ആ പേരുള്ള ജീൻ ആണ് അതിന്റെ പിറകിൽ എന്നാണ് കുറെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിലുള്ള ഒരു കാര്യം, ഈ DRD എന്ന് പറയുന്ന ജീന് വാസ്തവത്തിൽ ADHD എന്ന് പറയുന്ന ഒരു പെരുമാറ്റ വൈകല്യത്തെ, ഒരു പെരുമാറ്റ പരിമിതിയെ മാത്രമല്ല ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് പലപ്പോഴും മറ്റ് പല പെരുമാറ്റ പ്രശ്നങ്ങൾ. മറ്റൊരുദാഹരണം പറഞ്ഞുതരാം. ഭാഷ വായിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുള്ള അസുഖമല്ല, മാനസികമായ പരിമിതിക്ക് പറയുന്നത് ഡിസ്ലെക്സിയ എന്നാണ്. അപ്പൊ ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന പ്രശ്നത്തിനും ADHD എന്ന് പറയുന്ന പ്രശ്നത്തിനും എല്ലാത്തിന്റെയും പിറകിൽ ഈ DRD4ന്റെ ആക്ടിവേഷൻ ഉണ്ട് എന്നാണ് പലപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ മറ്റൊന്നുകൂടി കണ്ടെത്തിയതെന്ന് വെച്ചാൽ, നമ്മുടെ ഇടപെടൽ രീതികൾ കൊണ്ട് ഒരു ജീനിന്റെ പ്രവർത്തനത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന്. അത് ഓട്ടിസത്തെ കുറിച്ച് ഏറ്റവും ഗൗരവമായ പഠനം നടത്തിയിട്ടുള്ള കാനർ എന്ന് പറയുന്ന ആള് പറയുന്നത് എന്താ വെച്ചാൽ, ആ സമയത്ത് റെഫ്രിജറേറ്റർ മദേഴ്സ്, അതായത് ശീതീകരണി അമ്മമാർ, എന്തായാലും മലയാളം പറയാൻ അറിയില്ല, റെഫ്രിജറേറ്റർ ഉണ്ടല്ലോ നമ്മളെ ഫ്രിഡ്ജ് അമ്മമാർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ അമ്മമാരാണ് ഓട്ടിസത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ചുറ്റുപാടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാനാണ്. അപ്പൊ ഈ ഓട്ടിസത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള ഒരു പരിപാടി കാണുന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും കൈവക്കും? ഐഡിയ സ്റ്റാർ സിംഗർ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒരു കുട്ടി പാടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചായിട്ട് സുകേഷ് കുട്ടൻ എന്നാണ് അവന്റെ പേര്. അവൻ ഓട്ടിസമുള്ള കുട്ടിയാണ്.
ഓട്ടിസം ഉള്ള കുട്ടിക്ക് വാസ്തവത്തിൽ ഉണ്ടാവരുതാത്ത ചില സംഗതികളുണ്ട്. ഒന്നെന്താണെന്നറിയാം, ഭാഷാപരമായ വൈദഗ്ധ്യം. ഓക്കെ. 2, അന്യരെ അനുകരിക്കാനുള്ള ശേഷിയില്ലായ്മ. 3, അന്യരുമായിട്ട് അധിക നേരം ഇടപഴകാൻ കഴിയാതെ വരിക. റൈറ്റ്. മറ്റൊന്ന്, അന്യരോടൊന്നും സഹതാപമോ കാരുണ്യമോ ഇല്ലാതിരിക്കുക. റൈറ്റ്. ഇത്തരത്തിലുള്ള കുറെ ബിഹേവിയർ, പെരുമാറ്റ മാതൃകകളാണ് ഓട്ടിസത്തിനകത്ത് ഉള്ളത്. പക്ഷേ ഓട്ടിസത്തിന് കാരണമാകുന്ന ജീനിന്റെ പേര് പറഞ്ഞാൽ FX2 എന്നാണ്, FOX2 എന്നാണ് അവർ പറയുന്നത്. FOXP2 ജീൻ. ഈ ജീനാണ് ഓട്ടിസത്തിന് കാരണമാകുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, സുകേഷ് കുട്ടൻ പാടി തുടങ്ങിയ സമയത്തുള്ള സുകേഷ് കുട്ടനിൽ നിന്ന് സുകേഷ് കുട്ടൻ ആദ്യം എന്താ ചെയ്തത്? ആരെങ്കിലും MG ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാർ ഈ പാട്ടിനെ കുറിച്ച് വിധി പ്രഖ്യാപിക്കുമ്പോ നോ നോ ഇങ്ങനെ കാതടക്കിയ ചെയ്യാം. പാടി കഴിഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ കാതട പെട്ടു അല്ലെ. അതുപോലെ സ്റ്റേജിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടാ പോവാ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വെക്കുന്നറിയോ? മറ്റുള്ള ആളുകളുടെ സംസാരം കേട്ടാൽ ഇവർക്കാതെ ഭ്രാന്ത് കിട്ടും. കാരണം ഭയങ്കര സെൻസറി ലോഡാവും. ഇവിടെ ഒരു വണ്ടിയിലൊക്കെ നമ്മൾ ഭാരം കയറ്റി പോകുമ്പോൾ ഭാരം ഓവറായാൽ വണ്ടി നീങ്ങൂലല്ലോ. അതേമാതിരി കുറേ ശബ്ദങ്ങൾ. ഇപ്പൊ ഞാൻ സാരി സാറിന്റെ വൈഫിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചില കുട്ടികൾ, സെൻസിറ്റീവായ കുട്ടികൾ, നിങ്ങള് ചെവി ക്ലീൻ ചെയ്യാൻ വെച്ചോളൂ. ചെവിയിൽ എന്തെങ്കിലും ഈ ഡേർട്ട് കുടിക്കുന്ന ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ക്ലീൻ ചെയ്യല്ലോ. നിങ്ങളാരും ക്ലീൻ ചെയ്തിട്ട് അറിയാം. ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അവിടെ എനിക്കറിയാം. ഞാൻ ക്ലീൻ ചെയ്ത് ആ ക്ലിനിക്കിൽ നിങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ ക്ലിനിക്കിൽ തന്നെ ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത എന്തൊക്കെയോ ശബ്ദങ്ങളെ ഞാൻ കേൾക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്കിത് അറിയുന്നുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു നല്ല സുഖമുണ്ട്. കാരണം ഇന്നേ വരെ അനുഭവിക്കാത്തൊരു അനുഭവമാണ്. പക്ഷെ റോഡിലേക്ക് ഇറങ്ങിയപ്പോ എങ്ങട്ടാ പോണ്ടെന്ന് എനിക്ക് തിരിയായി. ഏത് ഡയറക്ഷനാണ് നടക്കേണ്ടതെന്ന് തിരിയുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയോ? വാസ്തവത്തിൽ എന്റെ ചെവിയിൽ അന്നേ വരെ കേൾക്കാതിരുന്ന ഒരുപാട് ശബ്ദങ്ങൾ, ഇൻപുട്ടുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോ എന്റെ തലച്ചോറിന് കൺഫ്യൂഷനായി. ഈ കൺഫ്യൂഷൻ വന്നപ്പോ ഏത് ശബ്ദത്തെയാണ് ഞാൻ പ്രോസസ് ചെയ്യേണ്ടത് എന്ന് തലച്ചോറിന് കൺഫ്യൂഷൻ. ഏത് കൺഫ്യൂഷൻ പോലെ നേരത്തെ മുള്ളു തെറിച്ചപ്പോ പോയിക്കോ എന്നിങ്ങനെ മരണ്ട് വെക്കില്ലേ, അല്ലെ പല്ല് പോയപ്പോ നാവുകൊണ്ട് തെച്ച് നോക്കിയില്ലേ, അതേപോലെ തന്നെ എന്റെ തലച്ചോറിന് സംശയം ഈ ശബ്ദത്തിൽ ഏതാണ് ശരിയെന്ന്. അതുകൊണ്ടാണ് തലച്ചോറിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മയക്കി കെടുത്തല്ലോ. മയക്കി കെടുത്താൽ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും മരുന്ന് കുത്തിയേക്കാണ്. മരുന്ന് കുത്തിയേക്കല്ല, തലച്ചോറിനകത്ത് എന്താ ചെയ്യുന്നറിയോ? ഒരുപാട് നോയ്സ് കൂട്ടുക, നോയ്സ് വർദ്ധിപ്പിക്കുക, ഒരുപാട് നോയ്സുകൾ ഉണ്ടാക്കുക. നോയ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തലച്ചോറിന് ഏത് നോയ്സ് ആണ് പ്രോസസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മനസ്സിലായോ? ആ കൺഫ്യൂഷനിൽ പെയിൻ ഉണ്ടാവില്ല. റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തമാശ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി, ഈ ഓട്ടിസം എന്ന് പറയുന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചില ഇൻപുട്ടുകൾ മാത്രമേ പ്രോസസ് ചെയ്യാൻ പറ്റൂ, ചിലത് പ്രോസസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് മറ്റൊരാൾ പറയുന്ന വർത്തമാനം അധികം കേട്ട് നിൽക്കാനും കിട്ടൂല. പക്ഷെ ഒരു കഴിവുള്ള മേഖല ഒന്ന് മ്യൂസിക്കാണ്. പിന്നെ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പിന്നെയുള്ള ഒരു വലിയ എക്സലൻസ് എന്തിനാണെന്നറിയോ? കണക്ക് കൂട്ടുന്നില്ല. കമ്പ്യൂട്ടേഷൻ ലെവല് സാധാരണ കുട്ടികളെക്കാൾ ഭയങ്കര കഴിവുള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോ ഈ ഡിസേബിൾഡ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. മാനസിക വൈകല്യം എന്ന് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ കാരണതാണ്. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല. വാസ്തവത്തിൽ ഡിഫറന്റ്ലി ഏബിൾഡ് എന്നാണ്, വ്യത്യസ്തമായ കഴിവുകളുള്ള ആളെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാമെങ്കിൽ നമ്മളിൽ എത്ര പേരുണ്ട്? നമുക്കിപ്പോ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി അയ്യോ ഇവന്റെ കാര്യം പറയണ്ട, ഇവരെത്ര പറഞ്ഞിട്ട് ഒരു കാര്യം, ഓൾ കുഴപ്പമില്ല, പക്ഷെ ഇവനെ ഞാൻ എന്താ ചെയ്യാ സാറേന്നാ ചോദിച്ചു അല്ലെ? ഈ ചോദ്യം എവിടുന്നാ വരുന്നത്? വരുന്ന വരവെവിടുന്നാന്നറിയാം? നമ്മളുടെ തെറ്റായ കാഴ്ചപ്പാടിന്റെയും ഇടപെടൽ രീതികളുടെയും ഭാഗമായിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയത്. അത് ഭാഗികമായി നമ്മളാണ് കുറ്റക്കാര്. ഭാഗികമായി ഇയാൾ ഏത് സ്കൂളിലാണോ, ഏത് അനുഭവത്തിലാണോ, ഏത് നാട്ടിലാണോ ജീവിക്കുന്നത്, അതിന്റെ ഒക്കെ അനുഭവങ്ങൾ ഇയാൾ എങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ഓക്കെ. അത് ഏത് തൊട്ട് ഈ മലർന്നു കിടക്കുന്ന പ്രായത്തിൽ വിരൽ ഉറിഞ്ചുന്ന സമയത്ത് നമ്മളുടെ ഇടപെടൽ രീതികൾ എങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ എഴഞ്ഞു പോകുന്ന സമയത്ത് മുട്ടിട്ട് എഴുതി എവിടെയെങ്കിലും വീണ് പോയാൽ ആ വീണപ്പോ നമ്മൾ എന്ത് എക്സ്പ്രഷനാണ് നടത്തിയത്, ഇതൊക്കെ കൂടി തീരുമാനിച്ചാണ് എന്ത്
അയാളുടെ പഠനത്തിലുള്ള പരിമിതികൾ. ഇത് എനിക്ക് സൂക്ഷ്മമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു കുട്ടി മാത്തമാറ്റിക്സിൽ 4ാം ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നില്ല എങ്കിൽ അത് ഏത് തരം വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു സാവകാശമില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ആരെങ്കിലും പേഴ്സണലായി ചോദിക്കുകയാണെങ്കിൽ പിന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് അതാണ് പ്രശ്നം. ഈ ഓട്ടിസം എന്ന് പറയുന്നത് പോലും ജനറ്റിക്കൽ അല്ല എന്ന് ഞാൻ പറഞ്ഞു. എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് അത് മാറുന്നുണ്ട്. അതെന്താ മാറിയെന്നല്ലോ, സുകേഷ് കുട്ടൻ ഈയിടെ തിലകനെ അനുകരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അതായത് തിലകൻ എന്ന് പറയുന്ന മഹാനായ നടനെ അയാൾ ജഡ്ജായിരിക്കുമ്പോൾ അദ്ദേഹത്തെ അനുകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓട്ടിസത്തിൽ സംഭവിക്കരുതാത്താണെന്ത്, ഇമിറ്റേഷൻ സംഭവിച്ചോ? അപ്പൊ അതാണ്. അപ്പൊ തലച്ചോറ് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം അതാണ്. നമ്മുടെ ഇടപെടലുകൾക്കനുസരിച്ച്. കാരണം സുകേഷ് കുട്ടന്റെ അമ്മ സുകേഷ് കുട്ടന് വേണ്ടി പെട്ട പാട് ജീവിതത്തിൽ ഒരു സ്ത്രീയും പെട്ടിട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്, അവരെ പരിചയമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം അത്രയേറെ ക്ഷമയോടെ, അത്രയേറെ ധ്യാനാത്മകതയോടെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്നും അവൻ പാടുമ്പോൾ സ്റ്റേജിന്റെ അടുത്ത് അവർക്കേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ആരും ഇരിക്കുന്നില്ലല്ലോ. അവരിയ്ക്കുന്നുണ്ട്. അവരുടെ ഇടപെടൽ കൊണ്ടാണ് ആ കുട്ടി മാറിയത്. ആ കുട്ടിയുടെ തലച്ചോറിന്റെ സ്ട്രക്ചർ തന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തു. ഇപ്പൊ MRI ചെയ്ത് നോക്കണം സുകേഷിനെ. ഞാൻ സുകേഷിന്റെ വീട്ടിലേക്ക് വിളിക്കാൻ ഒരുപാട് നമ്പർ കളക്ട് ചെയ്ത് നോക്കി കിട്ടിയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവനെ FMRI ചെയ്താൽ, FMRI എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പണ്ടൊക്കെ എന്നാൽ ഇതൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പണ്ടത്തെ മനഃശാസ്ത്രകാരന്മാരൊക്കെ പറയുന്നത്. കുറെ ഊഹങ്ങളിലൂടെയും കുറെ മൃഗങ്ങളും പക്ഷികളെയും ഒക്കെ വെച്ചിട്ട് നടത്തിയ പഠനങ്ങളിലൂടെയാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കസാരയിലാടി ഇരിക്കാൻ മതി. MAG കസാര എന്നതിന് പറയാം, മാഗ്നറ്റിക് എൻസെഫലോഗ്രാം എന്നാണ് ചെയറിന് പറയാം. ആ ചെയറിൽ ഇരുത്തിയാൽ ഇപ്പൊ ഏത് തലച്ചോറിന്റെ നിങ്ങളുടെ ഏത് ഏരിയയാണ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞെടുക്കാൻ പറ്റും. റൈറ്റ്? അപ്പൊ അത്തരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള സാഹചര്യം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഇടപെടലുകളാണ്, എവിടെയൊക്കെ പരിക്കുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മുടെ ഇടപെടലുകളെ സംബന്ധിച്ച്. അവരുടെ പാരമ്പര്യത്തിന് വളരെ കുറഞ്ഞ പങ്കേ ഉള്ളൂ. ആ പങ്കിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അടുത്തത് സാറ് ചോദിച്ചത് എന്താണ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതായ വിഷയമാണ് അല്ലെ. ഒരു ഫോണ് കൊടുത്താൽ തല്ലി ഉടയ്ക്കുന്നു എന്നുള്ളത്. അത് ഒരു 4 മാസം 5 മാസം പ്രായമുള്ള കുട്ടിയൊക്കെ ഫോണ് വാസ്തവത്തിൽ ഇങ്ങനെ പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അത് പൊട്ടിക്കുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സയൻസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് വർഗീകരിക്കുക, സാധനങ്ങൾ വർഗീകരിക്കുക. ഒരു ഉദാഹരണത്തിന് നായ, പൂച്ച. നായ, പൂച്ച എന്ന് പറയുന്നത് 2-4 കാലുള്ള മൃഗങ്ങളാണ്. പക്ഷെ നായക്കും പൂച്ചയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നായ എന്നുള്ളത് ഒരു ക്ലാസ്സാണ്, പൂച്ച എന്നുള്ളത് വേറൊരു ക്ലാസ്സാണ്. പക്ഷെ 4 മാസം 5 മാസം പ്രായമുള്ള കുട്ടികളെ 4 കാലുള്ള ജീവികളെ മൊത്തം ഒരു ക്ലാസ് ആയിട്ടേ കാണുള്ളൂ. അതുപോലെ നിങ്ങൾ ഫോൺ, ഒരു പ്രത്യേക സൈസിലുള്ള ഫോൺ കൊടുത്തു വെച്ചോളൂ, ആ സൈസിലുള്ള എല്ലാം ഫോണായിട്ടേ കുട്ടികൾ കാണുള്ളൂ. റൈറ്റ്? കാരണം ഫോൺ എന്നുള്ള ഒരു സാധനത്തിന്റെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണമാണ് ആ കുട്ടികൾ നടത്തിയത്. ഈ വർഗീകരണം നടത്തിയില്ല എങ്കിൽ തലച്ചോറിന് കാര്യമായ പണി വരും. ആ പണി വന്നാൽ തലച്ചോറ് കുടുങ്ങും. കാരണം എന്തറിയോ, തലച്ചോറിലേക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തോതിലുള്ള ഗ്ലൂക്കോസ് മാത്രമേ പോകുന്നുള്ളൂ, കുറഞ്ഞ ഗ്ലൂക്കോസേ ഉള്ളൂ. ആ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധനം കാണുന്നു എന്ന് പറയുന്നത് പോലും നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ കാണുള്ളൂ. ആ കാണുന്നത് യഥാർത്ഥത്തിലുള്ളതാവണമെന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു മാജിക് ഒക്കെ അങ്ങനെയല്ലേ, മാജിക്കിൽ ആളുകൾ നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണ്? മാജിക്കില് നമ്മൾ എന്ത് കാണണമെന്ന് അയാൾ തീരുമാനിക്കുന്നു, അതേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ മറ്റു നമ്മൾ കാണുന്നില്ല. കാരണം നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഉള്ളതല്ല നമ്മൾ കാണുന്നത്. സൗകര്യത്തിന് വളരെ പെട്ടെന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേഗം കഴിയുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സർഗാത്മകമായ ഒരു ഇടപെടലും ശാസ്ത്രീയമായ ഒരു പ്രവർത്തനവുമാണ്. ചെറിയ കുഞ്ഞുങ്ങൾ വർഗീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ തല്ലുന്നതൊക്കെ. പക്ഷേ മറ്റൊന്ന് സാർ ചോദിച്ചൊരു വിഷയം കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്, സർഗാത്മകത എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നുള്ളതാണ്. അത് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ അല്ലെങ്കിൽ മോണ്ടിസോറി ലെവലിലാണെങ്കിൽ ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് അതിന്റെ സർഗാത്മകത വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സമൃദ്ധമായ അനുഭവങ്ങൾ കൊടുക്കാനാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കരിക്കുലത്തിലാണ്, ആ ഒരു പാഠ്യക്രമത്തിലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ഏത് കുട്ടിയാണ്, ഏത് ക്ലാസ്സിലാണ്, ഏത് വിഷയമാണ്. ഇപ്പൊ ചിത്രകല പഠിക്കാൻ താല്പര്യം ഒന്ന് കാണിച്ചാൽ കുട്ടികളുടെ
കുത്തിവരാന്നറിയില്ല, ഇംഗ്ലീഷ് മീനിങ് സ്ക്രിബിളിംഗ് പറയും, റൈറ്റ്? അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർഗാത്മകമായ ഒരു പ്രവർത്തനമല്ല എന്നാണ് നമ്മൾ തോന്നുന്നത്. പക്ഷെ ഇത് സർഗാത്മകമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം അടുത്ത സ്റ്റേജിൽ. ഈ ചിത്രം കണ്ടോ? ഇതിന്റെ മുമ്പുള്ള ചിത്രം കണ്ടോ? ഇതൊരു സിമ്പിളാണ് അല്ലേ? ഒരു സിമ്പിൾ, ഒരു പ്രതീകമല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലാവുണ്ട് ഇതെന്താണ്? മനസ്സിലാവുണ്ടോ? ഇതൊരാളുടെ ഫേസ് ആണ് അല്ലേ? ആ ഫേസിൽ വരച്ചിട്ടാണ് അടുത്ത ഇത് കോഴിമുട്ടയ്ക്കകത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഒരു കുട്ടി വരച്ചതാണ്. ഓക്കെ, ഇതിനകത്ത് സയൻസ് എന്താണ് കണ്ടോ? ഒരു ചിത്രം എന്ന് പറയുന്നത് വെറും ഒരു ചിത്രം മാത്രമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വർഗീകരണത്തിന്റെയും ശാസ്ത്രീയമായ അറിവിന്റെയും ആവിഷ്കാരമാണ് ഇത്. കോഴിമുട്ടയ്ക്കകത്ത് ഒരു കോഴിക്കുഞ്ഞാണ് എന്നുള്ള അറിവിന്റെ ആവിഷ്കാരമാണിത് ഒരു വശത്ത്. മറുവശത്ത് ആ കുട്ടിയുടെ ചിത്രകലയിലുള്ള സ്കില്ലുമാണ്. അപ്പോ ഒരു കുഞ്ഞിന്റെ ചിത്രം എന്നുള്ളത് വെറും ചിത്രമല്ല, ആ ചിത്രം കുട്ടിയുടെ അറിവിന്റെ മറ്റു മേഖലകളുമായിട്ട് കണക്റ്റഡ്. ഈ ചിത്രം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണെന്ന്? അദ്ദേഹം പറഞ്ഞത് ഒരാളുടെ മുഖമാണെന്നാണ്. ഇനി ആർക്കെങ്കിലും വ്യത്യസ്തമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ പറയാം. ഇത് വാസ്തവത്തിൽ ആ കുട്ടിയുടെ സ്കൂളിന്റെ ഗ്രൗണ്ടും സ്കൂളിന്റെ ഗേറ്റും ആ കുട്ടിയുടെ സുഹൃത്തിന്റെ വീടും ഒക്കെയാണ് വരച്ചു വെച്ചത്. ആ കുട്ടിയുടെ സുഹൃത്തിന്റെ വീടാണ്. ഇത് 2.5 വയസ്സ് 3 വയസ്സിന്റെ ഇടയ്ക്കുള്ള ഒരു കുട്ടിയാണ്. 2.5-3 ഇടയ്ക്കാണ്. അപ്പൊ നമ്മൾ വിചാരിക്കില്ലേ ചെറിയ കുട്ടി, നേരത്തെ വിചാരിച്ച നമ്മൾ സ്റ്റുപ്പിഡാണെന്നാണ് ചെറിയ കുട്ടികൾ. അപ്പൊ ഏറ്റവും ഒരു കെൻ റോബിൻസൺ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ വിദ്യാഭ്യാസ ചിന്തകൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പഠനം നടന്നിട്ടുണ്ട് ഈയിടെ. അതില് ഡൈവർജന്റ് തിങ്കിങ് ഉള്ള, അതായത് വൈവിധ്യമാർന്ന ചിന്തകളുടെ ഉടമകൾ ആര് എന്നാണ് അന്വേഷണം, റിസർച്ച്. അതിലാരാന്നറിയാം? ആരായിരിക്കും? ഏത് പ്രായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന ചിന്തകളുള്ള വിഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റും? നിങ്ങൾ വിചാരിക്കുന്ന ആരാണ് സർ? ഇതില് ബ്ലഡ് ഗ്രൂപ്പ് സ്വഭാവ രൂപീകരണത്തിനും ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലഡ് ഗ്രൂപ്പ് സാറ് ചോദിച്ച വേറെ ചോദ്യമാണ്. ഒരു ബ്ലഡ് ഗ്രൂപ്പും ക്യാരക്ടർ ഫോർമേഷൻ തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. വാസ്തവത്തിൽ ഇപ്പൊ നടന്നിട്ടുള്ള ഒരു പഠനങ്ങളുടെ വെളിച്ചത്തിൽ രക്തഗ്രൂപ്പും അതുപോലെ നമ്മുടെ സ്വഭാവ രൂപീകരണം തമ്മിൽ കാര്യമായ ബന്ധം നേരിട്ടില്ല എന്തായാലും. പിന്നെ എന്താണ് മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ഈ ബ്ലഡിലുള്ള വൈറ്റ് കോർപ്പസൽസിന്റെ ഒക്കെ എണ്ണത്തിനനുസരിച്ച് എന്റെ ബ്ലഡിന്റെ പ്രഷറിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അത് പഠനങ്ങൾ വന്നിട്ടില്ല എന്റെ അറിവിൽ കേട്ടോ, നോക്കണം. അതിനെക്കുറിച്ച് അറിയില്ല. ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. മുഹമ്മദ് അലി ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഏറ്റവും സമൃദ്ധമായ വൈവിധ്യമുള്ള ചിന്തകളുള്ളത് എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഉണ്ടോ? പക്ഷെ പഠനം കാണിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞതിനോട് അടുത്താണ്. ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന ഡൈവർജന്റ് തിങ്കിങ് ഉള്ളത് നഴ്സറി വിദ്യാർത്ഥികളിലാണ്. അതായത് 6 വയസ്സിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. അത് മൂപ്പര് ഉസ്താദ് പറഞ്ഞ മാതിരി വേണമെങ്കിൽ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയാണ് മാക്സിമം. 7ാം ക്ലാസ്സിൽ എത്തുന്നത് കൂടി ഇതിന്റെ എണ്ണം കുറയാൻ തുടങ്ങും. അതെന്തുകൊണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തായിരിക്കുന്നത് കേട്ടോ. അത് സത്യമാണ്. നഴ്സറി കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഓക്കെ.
ഈ ചിത്രം നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞേ മാത്തമാറ്റിക്സ് ചെറിയ കുട്ടികളിൽ എങ്ങനെയാണ് ഗണിതശാസ്ത്ര അറിവ് പ്രവർത്തിക്കുന്നത് എന്ന്, അതുപോലെ കുട്ടികളുടെ ലോകത്തെക്കുറിച്ചുള്ള ഞാൻ ചോദിച്ച ചോദ്യമില്ലേ, ഡൈവർജന്റ് തിങ്കിങ്, വ്യത്യസ്തമാർന്ന ചിന്തകൾ, ആ ചിന്തകളുടെ ഒരു ആവിഷ്കാരം ഇവിടെ കിടക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ. ഇതൊരു വീടാ അല്ലേ? ഈ വീട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടല്ലേ പിറകെ നിങ്ങൾക്ക് കാണാൻ? സോറി. ഓക്കെ, ആർക്കൊക്കെ തോന്നുന്നുണ്ടോ പറയാൻ? കുട്ടി വീട് വെച്ചാണെങ്കിലും അതിന്റെ ജനവാതിലെ കുട്ടി അത് അലങ്കാരമാക്കിയിട്ട് അതിന്റെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അതിലെ കുട്ടിക്ക് ആൽഫബറ്റിക്കിന്റെ അക്ഷരങ്ങൾ എഴുതാൻ പിടിക്കാൻ സാധിക്കുന്നത്. ഈ ത്രിമാനം എന്ന സങ്കല്പം കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊന്ന് ട്രയാങ്കിൾ എന്ന സങ്കല്പം, ചതുരം എന്ന സങ്കല്പം, ഇമാര് സങ്കല്പങ്ങൾ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അവസാനമായി. Great, sir. To both of you, congrats for your observations. രണ്ടാളുടെ നിരീക്ഷണം രണ്ട് വശത്തു നിന്ന് ഡൈവർജന്റ് തിങ്കിങ് ആണ്. അപ്പൊ ഇതില് മാത്തമാറ്റിക്സിന്റെ, അതാണ് മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടൊരു ഏരിയയാണ്. അദ്ദേഹം പറഞ്ഞത് മാത്തമാറ്റിക്സിന്റെ 3 ഡയമെൻഷനാണിത് ഈ ചിത്രം അല്ലേ? ഇത്ര 3 ഡയമെൻഷനിലായിട്ടൊരു വീട് വരയ്ക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് തന്നെ കാര്യമായി കഴിയാറുണ്ട്. പിന്നെ മാത്രമല്ല ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത, വീടിന്റെ മുൻവശത്ത് നിന്നും സൈഡിൽ നിന്നും ഒരേ സമയത്ത് 2 വശത്തു നിന്നാണ് ഇതിന്റെ വ്യൂ. എപ്പോഴൊരു വീട് വരയ്ക്കാൻ ഒന്നുകിലും ഫ്രണ്ടിൽ നിന്നായിരിക്കും വ്യൂ അല്ലെ, അല്ലെങ്കിൽ സൈഡിൽ നിന്നായിരിക്കും വ്യൂ, അല്ലെങ്കിൽ പിന്നിൽ നിന്നായിരിക്കും വ്യൂ. ഇത് ഒരേ സമയത്ത് 2 പെർസെപ്ഷനെ, 2 വ്യൂവിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഡൈവർജന്റ് തിങ്കിങ്. ഇതാണ് വൈവിധ്യമാർന്ന ചിന്ത. ഒരു കാര്യത്തെ ഒരേ ആംഗിളിൽ മാത്രം നോക്കാനേ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ, നമ്മൾ അങ്ങനെ ശീലിപ്പിക്കുന്നുള്ളൂ മുതിർന്ന സമയത്ത്, റൈറ്റ്? അതേ സമയത്ത് ഒരു ചോദ്യത്തെ പല രീതികളിൽ ചെയ്യാൻ കഴിയുന്ന ഒരാള് ആണ് വാസ്തവത്തിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആണെന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെക്കാൾ ആളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളുടെ ഭാഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മറിച്ച് നമ്മളൊക്കെ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും കുട്ടീനെ ABCD ഒന്ന് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ എണ്ണലൊന്ന് പഠിപ്പിച്ചെടുക്കാം. 100 വരെ എണ്ണുന്ന കുട്ടിയാണ് ഏറ്റവും സമർത്ഥനായ കുട്ടിയെന്നും ആൽഫബറ്റ് Z വരെ പറയുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ എഴുതുന്ന കുട്ടിയാണ് ബുദ്ധിയുള്ള കുട്ടി എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആൽഫബറ്റ് മോശമെന്നല്ല, എണ്ണം മോശമെന്നല്ല. പക്ഷെ ഈ 100 വരെ എണ്ണുന്നതിന് മുന്നേ 100 വരെ എത്തുന്ന പ്രോസസ് 10 വരെയെങ്കിലും അതിന്റെ പലതരത്തിലുള്ള കമ്പ്യൂട്ടേഷൻ പ്രോസസ് അറിഞ്ഞാലേ മാത്തമാറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള കുട്ടികൾ വരച്ച ചിത്രങ്ങളായിരുന്നു അവസാന ഭാഗത്തേക്ക് കുറെ ഉള്ളത്. അപ്പൊ അത് 2.5-3 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയാണ് ക്രിയാത്മകത അല്ലെങ്കിൽ സർഗാത്മകതയെ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കണമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ബുദ്ധി വൈവിധ്യമാർന്ന നിലയിലാണ്, അല്ല ഒരേ വിധത്തിലുള്ള ബുദ്ധിയാണ്. സാറ് പറഞ്ഞ ബുദ്ധിയെ കുറിച്ചാണ്. വ്യത്യസ്തമായിട്ടാണ് കുട്ടികളുടെ ബുദ്ധിയുടെ ശേഷി എന്നാണ്. അതിലൊരു ബുദ്ധി അളക്കാനുള്ള പഴയ കുറെ മാതൃകകളുണ്ട്. അതിലൊന്നാണ് ഇന്റലിജൻസ് ക്വോഷ്യൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, IQ ടെസ്റ്റ് എന്ന് പറയും. ഈ IQ ടെസ്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളർന്ന് വികസിച്ചു വന്നത് ഒരു വലിയൊരു സാമൂഹ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ വംശീയത എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. അതായത് കറുത്ത വർഗ്ഗക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാർക്ക് കറുത്ത വർഗ്ഗക്കാരെ അപേക്ഷിച്ച് ബുദ്ധി കൂടുതലാണ് എന്ന് തെളിയിക്കുകയും ഒരു വശത്ത് അതും, മറുവശത്ത് പിന്നെ ഈ അമേരിക്കയിലെ സൈനികമായ മുന്നേറ്റങ്ങൾക്ക്, അതായത് വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള
എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ ആരായിരിക്കും, ആരെ എഡ്യൂക്കേറ്റ് ചെയ്താലാണ്, ആർക്ക് വിദ്യാഭ്യാസം കൊടുത്താലാണ് ഈ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക എന്ന ഒരു രാഷ്ട്രീയ ചിന്തയും രണ്ട് ചിന്തയും എന്തിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്ന ആളിനെ ഇത് ഏർപ്പാടാക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാര്യമായൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ IQ എന്ന് പറയുന്ന ഒരു സാധനത്തെ കാണാൻ. മറിച്ച് IQ എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ്, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. പക്ഷെ അത് എല്ലാവരിലും ഉണ്ട്. ആ എല്ലാവരിലും ഉള്ളതിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇടപെടലുകൾ വേണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഓരോരുത്തരിലും അതിപ്പോ